Yes, AMD entry model is a gold mine. So guys, AMD entry model വെച്ചിട്ട് ലണ്ടൻ സെഷനിൽ യൂറോ യു എസ് ഡിയിൽ നമുക്ക് ഇന്നും ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ എന്താണ് AMD എൻട്രി മോഡൽ എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ചാർട്ടിലേക്ക് പോവാം. സോ നമുക്ക് ഇന്ന് നോക്കുമ്പോൾ ഇത് യൂറോ യു എസ് ഡിൻ്റെ ചാർട്ടാണ്. ഏഷ്യൻ സെഷന് ശേഷം നല്ലൊരു ബെയറിഷ് മൊമെൻറ്റം ഏഷ്യൻ സെഷനിൽ കാണിച്ചു. അതിനുശേഷം എന്താ നമുക്ക് സംഭവിച്ചത്? മാർക്കറ്റിലൊരു ഷിഫ്റ്റ്, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ അപ്സൈഡ് മൂവ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം മാർക്കറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സോ AMD എൻട്രി മോഡൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നൊരു അടിപൊളി എൻട്രി ഇവിടെ കിട്ടുമായിരുന്നു. സോ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. സോ നമുക്ക് അതിന് മുന്നേ നമ്മളുടെ ചെക്ക് ലിസ്റ്റിലേക്ക് പോകാം. എന്തായിരുന്നു നമ്മുടെ ചെക്ക് ലിസ്റ്റ്? സോ യാ, ഫസ്റ്റ് വൺ, ഡെയിലി ബയാസ്. നമുക്കൊരു ഡെയിലി ബയാസ് ഉണ്ടായിരിക്കണം അല്ലേ? സോ എന്തായിരുന്നു നമ്മുടെ ഡെയിലി ബയാസ്? സോ ഡെയിലി ടൈം ഫ്രെയിം നോക്കുമ്പോൾ യെസ്, മാർക്കറ്റിൻ്റെ എങ്ങനെയാണ് നമ്മൾ ഡെയിലി ബയാസ് ഡിറ്റർമിൻ ചെയ്യുന്നത്? മാർക്കറ്റ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ലിക്വിഡിറ്റീനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ നമുക്കിവിടെ നോക്കുമ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ ബുള്ളിഷ് ആണ് അല്ലേ? ഇവിടുന്ന് ഒരു MSS ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. ബുള്ളിഷ് PDRIസിനെ റെസ്പെക്ട് ചെയ്ത് തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്ലസ് ബെയറിഷ് PDRIസിനെ മാർക്കറ്റ് ഡിസ്റെസ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു ഓർഡർ ബ്ലോക്ക്, ബെയറിഷ് ഓർഡർ ബ്ലോക്കിനെ ഇവിടെ ഡിസ്റെസ്പെക്ട് ചെയ്തു അല്ലെ, ബ്രേക്ക് ചെയ്തു. ഈ ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. സോ മാർക്കറ്റിന്റെ സ്ട്രക്ചർ ബുള്ളിഷ് ആണ് അല്ലേ? സോ അതുകൊണ്ട് നമ്മുടെ ബയാസ് എന്തായിരിക്കും? ബുള്ളിഷ് ആയിരിക്കും. ആൻഡ് നമുക്ക് റീസെന്റ് നോക്കുമ്പോൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഡെയിലി ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു ഓർഡർ ബ്ലോക്കിന് ബിലോ മാർക്കറ്റ് ഇതുവരെയും ക്ലോസിങ് നടന്നിട്ടില്ല അല്ലേ? ഇന്നലെ വെനസ്ഡേ ക്യാൻഡിൽ വന്നിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കിന് ബിലോ ക്ലോസ് ചെയ്തിട്ടില്ല. സോ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? ഒരു ബുള്ളിഷ് ഡെയിലി ക്യാൻഡിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമായിരുന്നു അല്ലേ? സോ ഇങ്ങനെ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ലണ്ടൻ സെഷനിൽ നമുക്ക് AMD എൻട്രി മോഡൽ യൂസ് ചെയ്തിട്ട് ഒരു ട്രേഡ് നോക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അതിൻ്റെ ഫസ്റ്റ് ചെക്ക് ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്ന കാര്യമാണ് ഡെയിലി ബയാസ്. സോ നമ്മുടെ ഡെയിലി ബയാസ് എന്ന് പറയുന്നത് ബുള്ളിഷ് ആണ് അല്ലേ? സോ സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. സോ സെക്കൻഡ് പോയിന്റ് നോക്കുമ്പോൾ ഹൈ ടൈം ഫ്രെയിം PDRI. ഫൈൻ. സോ എന്തായിരുന്നു നമുക്കിവിടെ ഹൈ ടൈം ഫ്രെയിമിൽ PDRI? ഹൈ ടൈം ഫ്രെയിം PDRI ഏതായിരുന്നു? സോ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കാണുന്നുണ്ട്. ബുള്ളിഷ് ആണ് മാർക്കറ്റ് ഓൾറെഡി, പ്ലസ് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്, ഡെയിലി ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. സോ നമുക്ക് ആ ഒരു ഓർഡർ ബ്ലോക്കിനെ ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ നമ്മൾ ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. ദെൻ തേർഡ് വൺ എന്താണ്? അപ്പോൾ ഹയർ ടൈം ഫ്രെയിം PDRI എന്ന് പറയുന്നത് ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഏഷ്യൻ റേഞ്ച് ലിക്വിഡിറ്റി. സോ അഗൈൻ നമുക്ക് നോക്കാം. ഏഷ്യൻ റേഞ്ച് ലിക്വിഡിറ്റീനെ നമുക്ക് 50 മിനിറ്റിൽ പോയി നോക്കാം. എന്താണ് ഏഷ്യൻ സെഷനിൽ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. സോ മാർക്കറ്റ് നല്ല ബെയറിഷ് ആയിരുന്നു. ഏഷ്യൻ സെഷൻ്റെ ടൈമിൽ മാർക്കറ്റ് ഭയങ്കര ബെയറിഷ് ആയിരുന്നു അല്ലേ? പ്ലസ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഏഷ്യൻ സെഷനിൽ തന്നെ എന്ത് സംഭവിച്ചു? ഹൈ ടൈം ഫ്രെയിം PDRI ആയിട്ടുള്ള ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്ന് മിറ്റിഗേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഏഷ്യൻ സെഷൻ്റെ ടൈമിൽ തന്നെ ഹൈ ടൈം ഫ്രെയിം PDRI ആയിട്ടുള്ള ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് മിറ്റിഗേഷൻ നടന്നു അല്ലേ? അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഞാൻ ഈ ഒരു വീഡിയോയുടെ AMD എൻട്രി മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ കേസിൽ ഏഷ്യൻ സെഷൻ ലിക്വിഡിറ്റി ഹണ്ട് നമ്മൾ നോക്കണം, ഏതൊക്കെ കേസിൽ നോക്കണ്ട എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. സോ അതിൽ ഞാൻ പറഞ്ഞ സിംപ്ലി ഇതാണ്. അതായത് ഏഷ്യൻ സെഷന് മുന്നേ ആയിട്ടോ ഏഷ്യൻ സെഷനിലായിട്ടോ നമ്മളുടെ ഹൈ ടൈം ഫ്രെയിം PDRI മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏഷ്യൻ സെഷൻ്റെ ലിക്വിഡിറ്റി ഹണ്ട് നടക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ ഏഷ്യൻ സെഷൻ ആയിട്ടും നമ്മുടെ ഹൈ ടൈം ഫ്രെയിം PDRIയിൽ മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? 0-0 ഓപ്പണിങ്ങിന് ശേഷം ആ ഒരു PDRIയിലേക്ക് മാർക്കറ്റ് എത്തുന്നതായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ? സോ ആ ടൈമിലായിരിക്കും ആ ഒരു ഏഷ്യൻ സെഷൻ്റെ ലിക്വിഡിറ്റി ഹണ്ട് നടക്കാൻ മോസ്റ്റ് പ്രോബബ്ലി ചാൻസസ്. ഓക്കെ, സോ നമ്മുടെ തേർഡ് പോയിന്റ് എന്തായിരുന്നു? ഏഷ്യൻ റേഞ്ച് ലിക്വിഡിറ്റി ആയിരുന്നു അല്ലേ? സോ ഏഷ്യൻ റേഞ്ച് ലിക്വിഡിറ്റി അവിടെ അറ്റാക്ക് ചെയ്തിരുന്നില്ല. പക്ഷേ ഏഷ്യൻ സെഷനിൽ തന്നെ എന്ത് സംഭവിച്ചു? ഹൈ ടൈം ഫ്രെയിം PDRIയിൽ എത്തി. അതിനുശേഷം നമുക്ക് നോക്കേണ്ടത് 5 or 15 മിനിറ്റ് MSS. സോ ലെറ്റ്സ് ഗോ ടു ചാർട്ട്. സോ നമുക്കിവിടെ നോക്കുമ്പോൾ എന്താണ്? ഏഷ്യൻ സെഷന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് വന്നിട്ട് മിഡ് ഡേ ഓപ്പണിംഗ് സംഭവിച്ചു അല്ലേ? 0-0 ഓപ്പണിംഗ് സംഭവിച്ചു. അതിനുശേഷം മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് കൺസോൾട്ട് ചെയ്തിട്ട് താഴേക്ക് ഒരു മാനിപ്പുലേഷൻ സംഭവിച്ചു. ഓക്കെ, മാനിപ്പുലേഷൻ സംഭവിച്ചപ്പോൾ ഏഷ്യൻ സെഷൻ ലിക്വിഡിറ്റിനെ, ഏഷ്യൻ സെഷൻ ലോവിനെ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. അതിന് പകരം എന്ത് സംഭവിച്ചു?
നല്ല രീതിയിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ്, ബുള്ളിഷ് ഡിസ്പ്ലേസ്മെന്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റി, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ടൈം ഫ്രെയിം ഏതാണ്, ഞാൻ പറഞ്ഞു 15 or 5 മിനിറ്റ് ആണ്. സോ 15 മിനിറ്റിൽ തന്നെ നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ് എന്താ, 5 or 15 മിനിറ്റ് MSSന് ശേഷം നമുക്ക് വേണ്ടുന്നത് ലോവർ ടൈം ഫ്രെയിം PDRIs ആണ്. ഒബ്വിയസ്ലി നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു 15 മിനിറ്റ് MSSന് ശേഷം ഇവിടെ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തു. സോ ഇങ്ങനെ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് നോട്ട് ചെയ്യേണ്ട രണ്ട് കാര്യമുണ്ട്. ഹയസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് വന്നിട്ട് റീബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എൻട്രി നോക്കാൻ വേണ്ടി പറ്റും. ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പിൽ ലോവസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മോസ്റ്റ്ലി മാർക്കറ്റ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇൻ കേസ് അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബുള്ളിഷ് ബയാസ് അല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് കുറവാണെന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് ചെക്ക് ലിസ്റ്റിൽ എന്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ടൈം ഫ്രെയിം PDRI. സോ ഇവിടുത്തെ PDRI എന്താണ്, ഈ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പാണ്. ഏറ്റവും വലിയ PDRI ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ഈ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പാണ് അല്ലേ. സോ ബ്രേക്ക് അവേ ഗ്യാപ്പിൽ ഈ ഒരു ഹയസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് ഒന്ന് റീബാലൻസിങ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു. ആൻഡ് ഈ ഒരു ഓർഡർ ബ്ലോക്കിന് ബിലോ ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ വെക്കാമായിരുന്നു അല്ലേ. എന്തുകൊണ്ട് ഈ ഒരു ലോവിനെ നമ്മൾ സെലക്ട് ചെയ്തില്ല? സോ അതൊരു മേജർ പോയിന്റ് ആണ്. ആക്ച്വലി നമ്മളൊരു സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 3 PDRIsന് താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഓർഡർ വെക്കാം. ഓക്കെ, വിച്ച് മീൻസ് ദാറ്റ് 3 PDRIsന് മാർക്കറ്റ് ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി എന്താ പറയുക, നമ്മളുടെ ഒരു ബയാസ് തെറ്റാണെന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ എന്തൊക്കെയായിരുന്നു 3 PDRIs? ഒന്ന് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, 2 ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ആൻഡ് തേർഡ് ആയിട്ട് ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു അല്ലേ. സോ മാർക്കറ്റ് ഒന്നാമത്തെ കാര്യം, ഈ ബ്രേക്ക് അവേ ഗ്യാപ്പ് ഫോം ചെയ്യുമ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് വരാൻ പാടില്ല, ഒന്നാമത്തെ കേസ്. സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സൈനാണ്. ആൻഡ് രണ്ടാമത്തെ കേസ്, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ മാർക്കറ്റ് ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ ബയാസ് റോങ് ആവാൻ ചാൻസ് ഉണ്ട്, അതായത് മാർക്കറ്റ് ബുള്ളിഷിലേക്ക് പോകാൻ ചാൻസസ് കുറവായിരുന്നു. ആൻഡ് തേർഡ് വൺ, ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ കൂടി മാർക്കറ്റ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടെ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പ് പറയാം, നമ്മുടെ ബയാസ് തെറ്റാണെന്നുള്ള കാര്യം ഉറപ്പ് പറയാൻ വേണ്ടി പറ്റും. സോ നമുക്ക് ഈ ഒരു ലോയിൽ തന്നെ, ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ ലോയിൽ തന്നെ എന്ത് ചെയ്യാം, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ വെക്കാമായിരുന്നു അല്ലേ. സോ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന എന്തിനായിരിക്കും, ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിനെ ആയിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലും നമ്മൾ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിനെ ടാർഗറ്റ് ചെയ്യാൻ പാടില്ല. സോ ഇവിടെ എന്തായിരിക്കും, ഇവിടെ ഏതാണ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി? സോ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും റീസെൻ്റ്ലി ഫോം ചെയ്ത സ്വിംഗ് ഹൈ. ഓക്കെ, റീസെൻ്റ്ലി ഫോം ചെയ്ത സ്വിംഗ് ഹൈ ആണ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി അല്ലേ. സോ ഈ ഒരു സ്വിംഗ് ഹൈ ആണ്, റീസെൻ്റ്ലി ഫോം ചെയ്ത സ്വിംഗ് ഹൈ ഏതാണ്, ഇതാണ്. സോ ഇതായിരുന്നു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിനെ ടാർഗറ്റ് ചെയ്യാൻ പാടില്ലാത്തത്? മാർക്കറ്റ് ഈ ഒരു ദിവസം ഇത്രയും വലിയ മൂവ്മെന്റ് തരാൻ ചാൻസസ് വളരെ കുറവായതുകൊണ്ടാണ് അല്ലേ. സോ അതിന് പകരം നമ്മൾ എന്ത് വേണം, ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസിനെ ടാർഗറ്റ് ചെയ്യണം. സോ 15 മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരുപാട് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് കാണാൻ വേണ്ടി പറ്റും അല്ലേ. സോ ഇതൊരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്, ഇതൊരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്, ഇതൊരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്, ഇതൊരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്, ആൻഡ് ഇത് ഓൾസോ ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. എന്തുകൊണ്ടാണ് ഇതെല്ലാം ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് ആയത്? ഇവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു, താഴേക്ക് പോയിട്ട് മുകളിലേക്ക് വന്നപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റിനെ ടേക്ക് ഔട്ട് ചെയ്തിരുന്നില്ല. ഓക്കെ, ദെൻ അഗൈൻ മാർക്കറ്റ് താഴേക്ക് പോയി മുകളിലേക്ക് റീട്രേസ്മെന്റ് സംഭവിച്ചു, ബട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരുന്ന ഹൈനെ ടേക്ക് ഔട്ട് ചെയ്തിരുന്നില്ല, ലിക്വിഡിറ്റിനെ ടേക്ക് ഔട്ട് ചെയ്തിരുന്നില്ല. അഗൈൻ മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്തിട്ട് മുകളിലേക്ക് റീട്രേസ്മെന്റിന് വന്നു, ബട്ട് ഈ ഒരു ലിക്വിഡിറ്റിനെ ടേക്ക് ഔട്ട് ചെയ്തിരുന്നില്ല. ഓക്കെ, സോ നമുക്കിവിടെ കാണാൻ പറ്റുന്ന എന്താണ്, ഒരു മാർക്കറ്റ് മേക്കർ സെൽ മോഡൽ നമുക്കിവിടെ കാണായിരുന്നു അല്ലേ. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് പോയിട്ട് ഈ ഉണ്ടായിരുന്ന ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിനെ, എഞ്ചിനീയർ ലിക്വിഡിറ്റിനെ കംപ്ലീറ്റ് മാർക്കറ്റ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിതിൽ ഏതെങ്കിലും ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നു. സോ നിങ്ങൾ ഇവിടുന്ന് എൻട്രി എടുത്തതിന് ശേഷം നമുക്ക് നോക്കുമ്പോൾ 1:2 റിസ്ക് റിവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അറൗണ്ട് 1:2 മോർ ദാൻ 1:2 റിസ്ക് റിവാർഡിൽ നമുക്കൊരു ട്രേഡ് കിട്ടുമായിരുന്നു. ഓക്കെ, സോ സംഭവം സിമ്പിളാണ്. നമ്മളുടെ ചെക്ക് ലിസ്റ്റ് പ്രകാരം നമ്മൾ നോക്കുക എന്തൊക്കെയാണ്. ഫസ്റ്റിലെ ഡെയിലി ബയാസ്. സോ ഈ ഒരു കേസിൽ നമുക്കൊരു ബുള്ളിഷ് ഡെയിലി ബയാസ് ആണ് വരിക അല്ലേ. എന്തുകൊണ്ടാണ്? ബുള്ളിഷ് PDRIs സ്റ്റിൽ റെസ്പെക്റ്റഡ് ആണ്, ആൻഡ് ബെയറിഷ് PDRIs ഡിസ്റെസ്പെക്റ്റഡ് ആണ്. ഓക്കെ, ദെൻ ഹൈ ടൈം ഫ്രെയിം PDRI. ഹൈ ടൈം ഫ്രെയിം PDRI ആയിട്ട് എന്തുണ്ടായിരുന്നു, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു.
ദെൻ മൂന്നാമത് നമുക്ക് വേണ്ടുന്നത് ഏഷ്യൻ റേഞ്ച് ലിക്വിഡിറ്റി. സോ നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ ഹയർ ടൈം ഫ്രെയിം PDRI ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഓർഡർ ബ്ലോക്ക് ആണ്. ഓക്കെ, സോ ആ ഒരു ഓർഡർ ബ്ലോക്കിൽ ഏഷ്യൻ റേഞ്ചിൻ്റെ ടൈമിൽ തന്നെ മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു, ഏഷ്യൻ സെഷനിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു കേസിൽ മോസ്റ്റ് ഓഫ് ദ ടൈമും നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി എന്താ പറയുക ഹണ്ട് നടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. അതിന് മുന്നേ തന്നെ നമുക്കൊരു MSS കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. then അതിനുശേഷം നമുക്ക് 0-0 ഓപ്പണിംഗ് നടന്നു. ബുള്ളിഷ് ബയസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, താഴേക്കൊരു മാനിപ്പുലേഷൻ കിട്ടണം. സോ ഇവിടെ നോക്കുമ്പോൾ മാർക്കറ്റ് താഴേക്കൊരു മാനിപ്പുലേഷൻ തന്നിട്ടുണ്ട്. ആ ഒരു മാനിപ്പുലേഷന് ശേഷം നമുക്ക് എന്ത് വേണം, 5 or 15 മിനിറ്റിൽ ഒരു MSS ക്രിയേറ്റ് ചെയ്യണം. സോ ഇവിടെ നോക്കുമ്പോൾ 15 മിനിറ്റിൽ തന്നെ നമുക്ക് നല്ലൊരു ഡിസ്പ്ലേസ്മെന്റ്, അപ്സൈഡ് ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട് അല്ലേ. സോ MSS ക്രിയേറ്റ് ആയി, 15 മിനിറ്റിൽ MSS ക്രിയേറ്റ് ആയി. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് ലോവർ ടൈം ഫ്രെയിം PDRI, അതായത് 15 മിനിറ്റിൽ MSS കിട്ടിയപ്പോൾ നമുക്ക് 15 മിനിറ്റിലെ PDRIസിനെ തന്നെ നമുക്ക് നോക്കാം. സോ നോക്കുമ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പിൻ്റെ ഹയർ ഫെയർ വാല്യൂ ഗ്യാപ്പിലായിട്ട് നമുക്കൊരു എൻട്രി എടുക്കാമായിരുന്നു. ആൻഡ് 3 PDRIസിന് താഴെയായിട്ട്. സോ ഫസ്റ്റ് PDRI, സെക്കൻഡ് PDRI ആൻഡ് തേർഡ് PDRI അല്ലേ. സോ ഈ ഒരു ഓർഡർ ബ്ലോക്കിന് താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യാമായിരുന്നു അല്ലേ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യും. സോ നോക്കുമ്പോൾ 1:2 റിസ്ക് റിവാർഡ് ഉള്ളൊരു ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ ഇത്രയും സിമ്പിളായിട്ട് ഉള്ളൊരു സ്ട്രാറ്റജിയാണിത്. മോസ്റ്റ് ഓഫ് ദ ടൈം മാർക്കറ്റിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു ലണ്ടൻ സെഷനിലെ AMD എൻട്രി മോഡൽ. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഔട്ട് ഓഫ് 100 ട്രേഡ്സിൽ ഇത് എത്ര വർക്ക് ആവുന്നുണ്ടെന്നുള്ളത് ജസ്റ്റ് നോക്കുക. അതിനുശേഷം മാത്രം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഫർദർ വീണ്ടും ഈ ട്രേഡ്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി അവൈലബിൾ ആണ്, ഒരു ഫ്രീ കമ്മ്യൂണിറ്റി, ഡിസ്കോഡ് കമ്മ്യൂണിറ്റി അവൈലബിൾ ആണ്. സോ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ആ ഒരു ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടോ, ഫോറക്സ് ട്രേഡിംഗ്, ക്രിപ്റ്റോ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ആ ഒരു കമ്മ്യൂണിറ്റി ത്രൂ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഒരുപാട് അറൗണ്ട് 1000 മെമ്പേഴ്സ് ഉള്ള ഒരു ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയാണ്, ഫ്രീ കമ്മ്യൂണിറ്റിയാണ്. സോ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ എവരിവൺ.